ടേബിൾ മൗണ്ടിൻ്റെ മുകളിൽ നിന്നും ചാടി ഇയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്തോളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ടേബിൾ മൗണ്ടൻ്റെ ഏരിയൽ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് വരുന്നതും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേബിൾ കാറിൽ നമ്മൾ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്നതും ടേബിൾ മൗണ്ടൻ്റെ മുകളിലുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സ്റ്റേഷനിലേക്കുള്ള കേബിൾ കാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഡോർ ഇപ്പോൾ തുറക്കും. അപ്പോൾ നമുക്ക് കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അറ്റ് എ ടൈം ഏകദേശം 65ഓളം ആളുകൾ ഈ കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുണ്ടോ. നമ്മളിപ്പോൾ കേബിൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ആ നിൽക്കുന്നതാണ് കേബിൾ കാറിൻ്റെ ഓപ്പറേറ്റർ. ആളിപ്പോൾ എന്തോ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് കേട്ട് നോക്കാം എന്താണെന്ന്. Good morning, ladies and gentlemen, and welcome to Table Mountain Aerial Cableway. For your own safety, please do not lean on the side of the cable car and let go of all the silver handles. The floor you are standing on will be rotating for a 360 view. I repeat, the floor will be rotating in 3, 2, 1. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേബിൾ കാറിൻ്റെ വിൻഡോസിന് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കരുത്. കാരണം ഈ കേബിൾ കാർ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കേബിൾ കാറാണ്. അതായത് ഈ കേബിൾ കാർ മുകളിലേക്ക് പോകുന്നതിനോട് കൂടെ തന്നെ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ടേബിൾ മൗണ്ടനെ ഫേസ് ചെയ്തിട്ടുള്ള വിൻഡോൻ്റെ അടുത്താണ് സ്പേസ് കിട്ടിയതെങ്കിലും ഈ കേബിൾ കാർ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം നമ്മൾക്ക് ഓഷ്യൻ്റെ വ്യൂസും അതുപോലെ സിറ്റിയുടെ വ്യൂസും എല്ലാ വ്യൂസും കിട്ടുന്നതായിരിക്കും. അതായത് എല്ലാവർക്കും എല്ലാ വ്യൂസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാണുന്നതാണ് ലോവർ കേബിൾ സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്ട്രേറ്റ് കാണുന്നതാണ് സിഗ്നൽ ഹില്ല്. അതുപോലെ തൊട്ടടുത്ത് ഇപ്പോൾ ലൈൻ സൈഡ് കാണാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സിംഹത്തിൻ്റെ തലയുടെ ആകൃതിയിലുള്ള ഒരു മലയാണ് ഈ ലൈൻ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒരു യാത്രയാണിത്. അത്രയും നല്ല അടിപൊളി വ്യൂസും അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ടേബിൾ മൗണ്ടൻ്റെ ആ ഒരു വ്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കേബിൾ കാർ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് കേട്ടോ. ഇത് സ്വിറ്റ്സർലാൻഡിലും അതുപോലെ അമേരിക്കയിലും മാത്രമുള്ളതാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ മൗണ്ടൻ ഹൈക്ക് ചെയ്ത് വരുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഹൈക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് കണ്ടിട്ട്. കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഏരിയാസാണ് കുറേയൊക്കെ ഉള്ളത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ആളുകൾ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞത് അവർ ഏകദേശം 2 മണിക്കൂറോളമായി ഉണ്ടാവും ഈ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാണ്. അപ്പോൾ ചെറിയ ഉറുമ്പുകളെ പോലെ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ആളുകളെ കണ്ടോ നിങ്ങൾ? ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഏരിയാസ് ആട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കുന്നതാണ് കേട്ടത് മുകളിലേക്ക് എത്താനായിട്ട്. കണ്ട ഈ ഏരിയാസൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളതാണ്. കേബിൾ കാറിൻ്റെ ഈ ഒരു വിൻഡോ ഓപ്പൺ വിൻഡോയാണ്. അപ്പോൾ ഭയങ്കര കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ എത്താറായിട്ട് മുകളിലേക്ക് എത്താറാകുമ്പോൾ സ്പീഡ് കുറച്ച് കൂടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. കണ്ടോ ഭയങ്കര ഫാസ്റ്റ് ആവുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. നിങ്ങൾ കേപ്പ് ടൗൺ വിസിറ്റ് ചെയ്യുമ്പോൾ ടേബിൾ മൗണ്ടൻ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അതിന് യാതൊരു സംശയമില്ല കേട്ടോ. ഞാനിതിനു മുമ്പും ടേബിൾ മൗണ്ടൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ വട്ടം വരുമ്പോഴും പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര ത്രില്ലിങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിങ്ങാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് എത്തുകയായി. Okay, ladies and gentlemen, we are about to reach the height of 1,067 meters. That is approximately 3,500 feet above sea level. So for those of you who are afraid of heights, congratulations. And we do have some beautiful views on top of Table Mountain, folks. Clear skies, light breeze, temperature of 21 degrees. And I just want to give you all some safety announcements before we get to the top. Table Mountain is a national park, so please do respect our environment. Do not pick any flowers, don't trip any rocks, and do not feed any of the wild animals. Birds are there for you. Little, please stay on the demarcated pathways. They are there for your own safety. Smoking is only allowed at the 12 Apostle Terrace, situated below our retail store shop at the top. We also offer free guided tours every hour on the hour at the 12 Apostle Terrace from 9 a.m. till 3 p.m.
And also do not waste any water, drink some of our wine and coffee instead. And most importantly, your tickets. Please keep your tickets safe, you will need them to come back down. Please remember folks, no tickets, no return. Thank you and enjoy the rest of the day. Your exit will be on my left hand side. അപ്പോൾ കുറച്ച് മിനിറ്റ് കേബിൾ കാർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേബിൾ മൗണ്ടൻ്റെ മുകളിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി കാണാം. ഇവിടെ എത്തുമ്പോൾ വേറൊരു ലോകത്തെത്തിയ പോലുള്ളൊരു ഫീലിംഗ് ആട്ടോ. അപ്പോൾ ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ ഹാൻഡിക്യാപ്ഡായ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി പ്രത്യേക വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിലാണ് അവർ ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിതാ ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ പാത്തുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ഇരിക്കാനുള്ള ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാ ഇവിടെ ഒരു ടേബിൾ മൗണ്ടൻ്റെ ചെറിയൊരു മിനിയേച്ചർ രൂപം അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കേപ്പ് ടൗൺ സിറ്റി മൊത്തമായിട്ട് തന്നെ കാണാവുന്നതാണ്. ഏകദേശം ഒരു 360 വ്യൂ കിട്ടുന്നതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക്. ആ നീല കളറിൽ ഇങ്ങനെ അറ്റ്ലാന്റിക് ഓഷ്യൻ നീണ്ടു നിവർന്ന് കിടക്കണതുണ്ടോ, ഭയങ്കര അടിപൊളി വ്യൂസ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മലനിരകളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ടേബിൾ മൗണ്ടൻ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഫ്ലാറ്റായിട്ട് കിടക്കുന്ന കാരണമാണ് ഇതിനെ ടേബിൾ മൗണ്ടൻ എന്ന പേര് വരാൻ കാരണം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ടേബിൾ മൗണ്ടൻ കാണാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് കേബിൾ കാർ സ്റ്റേഷൻ. അതിലൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇനി എക്സിറ്റും അതിലൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല നീല നിറത്തിൽ ഇങ്ങനെ അറ്റ്ലാന്റിക് ഓഷ്യൻ കിടക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേപ്പ് ടൗൺ. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സിറ്റിയാണ് കേപ്പ് ടൗൺ. ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും മറുഭാഗത്ത് മലനിരകളുമായി നല്ല അടിപൊളി വ്യൂസാണ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാമറ എവിടെ വെച്ചാലും നല്ല അടിപൊളി സിനിക് ഫോട്ടോസാണ് കിട്ടുക. ആ കാണുന്നതാണ് ലയൺ സൈഡ്. കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഹത്തിൻ്റെ തലയുടെ രൂപമുള്ളതിനാലാണ് അതിനെ ലയൺ സൈഡ് എന്ന പേര് വരാൻ കാരണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടെലസ്കോപ്പുകളൊക്കെ കാണാം. ഒരു 5 റാൻഡിൻ്റെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുള്ള വ്യൂസായിട്ടോ അതിലൂടെ കാണാൻ പറ്റുന്നത്. ഇന്നിവിടെ വളരെ നല്ല കാലാവസ്ഥയാട്ടോ. അത് കാരണമാണ് നമുക്ക് എല്ലാം ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ചില ദിവസങ്ങളിൽ ഇവിടെ മേഘങ്ങൾ മൂടി കിടക്കാറുണ്ട്. അന്ന് വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇവിടെ ഇങ്ങനെ ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ മേഘങ്ങൾ മൂടി കിടക്കുന്നതിനെ ടേബിൾ ക്ലോത്ത് എന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത്. കേപ്പ് ടൗണിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു സംഭവം കേട്ടോ. ചില സമയങ്ങളിൽ ആകാശം ഭയങ്കര ക്ലിയർ ആയിരിക്കും, അടുത്ത നിമിഷം മേഘങ്ങൾ മൂടി കിടക്കുന്നത് കാണാം. ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ളൊരു ലിസ്റ്റ് അവർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഫ്രീ ഗൈഡഡ് വാക്ക് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അതുപോലെ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഒരു വൈൻ ടേസ്റ്റിങ്ങിന് ഒരു വൈൻ ബാർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. മാത്രമല്ല പിന്നെ ക്യൂരിയോ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സൊവനിയേഴ്സൊക്കെ വാങ്ങാവുന്നതാണ്. ടീഷർട്ട്സും മാഗ്നറ്റ്സും അങ്ങനെ പല സൊവനിയേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇയാൾ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നും ടേബിൾ മൗണ്ടൻ്റെ മുകളിലെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.